ബംഗ്ലാദേശ് കടുത്ത വെല്ലുവിളി നേരിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും US അഥവാ അമേരിക്ക USAID സാമ്പത്തിക സഹായം നിർത്തിയതിനെ തുടർന്ന് ബംഗ്ലാദേശ് മുഴുപട്ടിണിയിലാണ് എന്ന റിപ്പോർട്ട് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബൈഡന്റെ കാലത്ത് സാമ്പത്തിക സഹായം, രഹസ്യാന്വേഷണ സഹായം, സൈനിക പിന്തുണ എന്നിവയ്ക്ക് വമ്പൻ തുകയാണ് ബംഗ്ലാദേശിന് നൽകിക്കൊണ്ടിരുന്നത്. പോരാത്തതിന് ഇന്ത്യയോട് കടുത്ത സമീപനം സ്വീകരിക്കാനുള്ള ധൈര്യവും ബംഗ്ലാദേശിന് ബൈഡൻ സർക്കാർ, അമേരിക്ക, ആ സമയത്തുള്ള അമേരിക്ക ബംഗ്ലാദേശിന് ആ ധൈര്യവും പകർന്നു നൽകിയിരുന്നു. എന്നാൽ ട്രംപിൻ്റെ കാലത്ത്, ട്രംപ് വന്ന ശേഷം ഇത് സകലതും നിർത്തി. പോരാത്തതിന് ബംഗ്ലാദേശിനെ നിരീക്ഷിക്കാനും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനും 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ധാക്ക ട്രൈബ്യൂണലിൻ്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആയിരക്കണക്കിന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് തൊഴിലാളികളുമാണ് USAIDനെ ആശ്രയിച്ച് അവിടെ കഴിയുന്നത്. ഇവർക്കെല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ധാക്ക ട്രൈബ്യൂണൽ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പല ഓർഗനൈസേഷൻസും ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും അവിടെ പിരിച്ചുവിടുന്നു. പല ഇൻഫ്രാസ്ട്രക്ചർ ജോലികളും മുടങ്ങുന്നു. ബദൽ തൊഴിലാളികളുടെ അഭാവമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഉണ്ടായ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ജോർജ് സോറോസിൻ്റെ മകൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ജോർജ് സോറോസിൻ്റെ മകൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ട് ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായം നൽകാനായി യൂനസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. സാമ്പത്തിക സഹായം കൊടുക്കും എന്ന് ജോർജ് സോറോസിൻ്റെ മകൻ അലക്സ് സോറോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന NGO സംഘടനയുടെ പേരിലാണ് ഈ ഫണ്ട് ബംഗ്ലാദേശിന് നൽകുക. അതിനുവേണ്ടിയാണ് യൂനസിനെ കണ്ടിരിക്കുന്നത്. ഇനി ഈ ഓപ്പൺ സൊസൈറ്റി ഫോറം എന്ന് പറയുന്ന ഈ NGO ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയണ്ടേ? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ NGO ആണ് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ NGO എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ബംഗ്ലാദേശിൻ്റെ രക്ഷകനായി അലക്സ് സോറോസ് അവതരിച്ചിരിക്കുന്നു. ഇനി ബംഗ്ലാദേശിന് US ഫണ്ട് കൊടുക്കുന്നു എന്ന് പല ആൾക്കാരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എത്ര രൂപയാണ് ബംഗ്ലാദേശിന് ഫണ്ട് കൊടുക്കുന്നത് എന്നറിയാമോ? ആരോഗ്യം, കൃഷി, പരിസ്ഥിതി, സദ്ഭരണം, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ എന്നിവയ്ക്കാണ് ഫണ്ട് US പ്രധാനമായും നൽകിക്കൊണ്ടിരുന്നത്. വാർഷിക സഹായമായി $200 മില്യൺ ബംഗ്ലാദേശിന് മാത്രം US നൽകിക്കൊണ്ടിരുന്നത്. 2023 അത് $490 മില്യൺ ഉയർന്നു. മറ്റൊരു വർഷം അത് $550 മില്യൺ കവിഞ്ഞുപോയി എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ഈ മ്യാൻമർ പ്രതിസന്ധിക്ക് ശേഷം, അതായത് മ്യാൻമറിൽ രോഹിംഗ്യൻസിൻ്റെ പ്രതിസന്ധിക്ക് ശേഷം $2.5 ബില്യൺ മൊത്തത്തിൽ ബംഗ്ലാദേശിന് സഹായം കിട്ടിയത്. ഭൂരിഭാഗം ഫണ്ടും ബംഗ്ലാദേശ് റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വിശപ്പകറ്റാനും അവർക്ക് വെള്ളവും ഭക്ഷണവും പാർപ്പിടവും അവർക്ക് താമസിക്കാനും വേണ്ടിയാണ് ബംഗ്ലാദേശ് ചെലവഴിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഫണ്ട് നിലച്ചതോടുകൂടി റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവുമില്ല എന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നു. രാജ്യത്ത് റോഹിംഗ്യകൾ അഴിഞ്ഞാടും എന്നാണ് ധാക്ക ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത്. പോരാത്തതിന് ബംഗ്ലാദേശിൽ അക്രമാസക്തമായിട്ടുള്ള അശാന്തി വരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.